ആരാടോ തന്റെ അടുത്ത് ഇരാ വാടകക്കാരെ ഒരു ഡീസൽ പാർട്ടിയാണ്. രാഷ്ട്രീയക്കാരുടെ ഈ മസിൽ പിടുത്തം കേരളത്തിലൊക്കെ കളയേണ്ട സമയം കഴിഞ്ഞു. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അതായത് സൈക്കിൾ ചവിട്ടി പോകുന്ന പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട് ഞാൻ. സൈക്കിൾ ചവിട്ടി പോകുന്ന പ്രസിഡന്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണും. ഹായ് എന്നാ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്ത് തട്ടിയിട്ട് അങ്ങ് പോകും പുള്ളി. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അത് ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കണേ ഇത് പ്രസിഡന്റാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ലോകത്തെല്ലായിടത്തും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സൈക്കിൾ ചവിട്ടി പോകുന്ന പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇത് തീർന്നില്ലേ? കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? അല്ലത് രാഷ്ട്രീയം തന്നെയല്ല, അല്ലാണ്ട് കോമഡി ഷോ എന്നല്ലല്ലോ ഇത് കോമഡി ഷോ തന്നെയാണോ? ഇത് കോമഡി ഷോ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. അത് ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കണേ ഇത് പ്രസിഡന്റാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ലോകത്തെല്ലായിടത്തും. ഇത്രയേ ഉള്ളൂ. നമ്മളാണ് കെട്ടുകാഴ്ച. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഗമയ്ക്കാണ് നമ്മളുടെ ഭരണാധികാരികൾ നടക്കുന്നത്. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. നമ്മളാണ് കെട്ടുകാഴ്ച. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഗമയ്ക്കാണ് നമ്മളുടെ ഭരണാധികാരികൾ നടക്കുന്നത്. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണം അയാളെ എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കുക. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണം അയാളെ എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കുക. ഇവിടെ ഒരുത്തിനും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുകയാണ്. ശരിയല്ലേ? ഇത് ഇവിടെ ഒരുത്തിനും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുകയാണ്. ഇനി ബാക്കിത്തെ ഞാൻ പറയണോ? ഓടോ കരയാണ്ട് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.